പ്രതികളെയും പിടികൂടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേരള പോലീസിൻ്റെ ഈ അന്വേഷണം കാര്യക്ഷമമാകും. ഇവിടെ അടിയന്തരമായി എന്താണ് ആവശ്യം? ഇവിടെ അറ്റംപ്റ്റ് ടു ലൈഫാണ്, അറ്റംപ്റ്റ് ടു മർഡർ ആണ്. 307 സെക്ഷൻ എടുത്ത് കേസെടുത്ത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ടുണ്ടോ? ചാർജ് ചെയ്തിട്ടില്ല. ഇവിടെ 306 ഇട്ടിരിക്കുന്നത്. എന്താണ്? അബറ്റ്മെന്റ് ടു സൂയിസൈഡ്. അതാണോ യാഥാർത്ഥ്യം? 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. സിദ്ധാർത്ഥ് ഞങ്ങളിരിക്കുന്നവൻ നിരാകരിച്ചിരുന്ന വ്യക്തിയല്ല. അദ്ദേഹം ഭക്ഷണം കൊടുക്കാതെ കൊലപാതകത്തിലേക്ക്, അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടവർ, അവർക്കെതിരെ നിയമ നടപടി അതിന്റെ ഉചിതമായ രീതിയിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ സമരം. അതിന്റെ പൂർത്തീകരണം വരെ ഞങ്ങൾ അതിന്റെ പുറകെ കാണും. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അത് SFIയുടെ സമുന്നതനായ പ്രവർത്തകനാണ്, ക്യാമ്പസ് മൊത്തം SFIക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് സിദ്ധാർത്ഥ്. പക്ഷെ വീട്ടുകാർ വരെ ഇത് തള്ളിക്കളയുന്നത്. ആര് ക്യാമ്പസിൽ ചെന്നാലും അവരുടെ കയ്യിലേക്ക് ഭീഷണിപൂർവ്വം ഈ കൊടി പിടിപ്പിക്കുക ഇവരുടെ രീതിയാണല്ലോ. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സ്ഥലത്ത്, ആ കോളേജിൽ വേറൊരു പാർട്ടിയില്ല, SFI മാത്രമേ ഉള്ളൂ. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇൻവോൾവ്, അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഇൻവോൾവ്. അവരെയൊക്കെ പ്രതികളായി മാറിയിരിക്കുന്ന സാഹചര്യം. ഇവിടെ വേറൊരു പാർട്ടിയുമില്ല. പിന്നെ അവർ തമ്മിൽ കൊലപാതകം നടത്തുകയാണോ? അതാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? ഇത് നിങ്ങളുടെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇവരുടെ കൊലയാളികളുള്ളപ്പോൾ പറയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പക്ഷെ എല്ലാ പിന്തുണയും നൽകും. ഏറ്റവും അവസാനം വണ്ടിപ്പെരിയാറിൽ കണ്ടു ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തു പോകുവാനുള്ള അനുമതി ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുത്തു. എങ്ങനെയാ? അപ്പോൾ ഒന്ന് പറയുകയും രണ്ട് പ്രവർത്തിക്കുകയും. വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുക, ചേരയോടൊപ്പം ഓടുക, രണ്ടും ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം ഇവിടെ യൂത്ത് കോൺഗ്രസും കേസും നടപ്പാക്കും. യാതൊരു സംശയവും വേണ്ട. ഇവിടെ നീതി കിട്ടേണ്ടത് സിദ്ധാർത്ഥിന് മാത്രമല്ല, ഇവിടെ നീതി കിട്ടേണ്ടത് കേരളത്തിലെ ക്യാമ്പസിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കുവാ. സിദ്ധാർത്ഥ് ഓരോ വിദ്യാർത്ഥിയുടെയും പ്രതിരൂപമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതിനുവേണ്ടിയുള്ള സമരമാണ്. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്, മന്ത്രി പറഞ്ഞത് SFIക്കാരാണെന്ന് പോലീസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം ഇപ്പോൾ 10 പേരടക്കുന്ന വലിയൊരു സംഘം SFIക്കാരാണെന്ന് തന്നെ തിരിച്ചറിയുന്നു. ഞാനൊന്നും പറയണ്ടല്ലോ, എല്ലാം സെൽഫ് എവിഡന്ററി അല്ലേ, എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ആരാണ് ഇതിന്റെ പുറകിലെന്നുള്ളത്. പോലീസ് പറഞ്ഞാലും ഇല്ലേലും യാഥാർത്ഥ്യമായി നിൽക്കും. ഏതാ നിങ്ങൾക്കറിയാം, മാഷാ അല്ലാ എന്ന് പറഞ്ഞ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകൾ വന്ന വാഹനത്തിൽ ഒട്ടിച്ചു വെച്ചു. പക്ഷെ സത്യം, ഈ പ്രപഞ്ച സത്യം പ്രപഞ്ചം തെളിയിച്ചു. സത്യം എന്താണെന്ന്, ആരാണ് കൊലപാതകം തെളിയിച്ചു. മുടക്കോഴി മലയിലല്ല, ഏത് സ്ഥലത്ത് ഒളിച്ചാലും ശരി ഇതിന്റെ സത്യവും തെളിയിക്കും കാലം.